ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അമ്മ മോളെ എടി എന്താ ഇത്? എനിക്ക് ആരുമില്ല അമ്മ. ഭർത്താവില്ല, മക്കളും ഇല്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയമ്മ. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അമ്മ. മോളെ ക്ഷമേ, എന്തൊക്കെയാടി നീ പറയുന്ന? ഇതിനാണോ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ? ഇതൊക്കെ നീ ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്നതാ. നഷ്ടപ്പെട്ടതൊക്കെ നീയായിട്ട് തിരിച്ചു പിടിക്കാ വേണ്ടത്, അല്ലാതെ ഇതുപോലെ മണ്ടത്തരം കാണിക്കല്ല വേണ്ടത്. നോക്ക്, രോഹിത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ പപ്പിമോൾ ഇപ്പോഴും നിന്റെ മോള് തന്നെയാ. ഈ സാഹസത്തിന് ഒരുങ്ങിയപ്പോ നീ എന്താ അത് ഓർക്കാത്തെ? ഞാൻ നിനക്ക് അവളെ അറിഞ്ഞു തന്നതാ. അതുപോലെ നോക്കൂന്ന് കരുതിട്ട്, എന്നിട്ട് നീ ഇപ്പൊ എന്താ കാണിച്ചേ? തന്നിഷ്ടത്തിന് പോയി ചാകാൻ പോയി. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മരിക്കാൻ നിന്ന് ഭൂമിയിൽ അതിനെ നേരം കാണൂ. അത് നല്ലപോലെ മനസ്സിലാക്കിയ ഒരാളാ ഞാൻ. എടി, നമ്മൾ നമ്മുടെ അമ്മയെ കണ്ടല്ലേ പഠിച്ചത്. എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും ഈ മുഖത്തൊരു വാട്ട ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കാരണം ആ പ്രശ്നത്തെ മറികടക്കണമെന്ന് അമ്മ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ മാർഗമില്ല. ആ നിശ്ചയദാർഢ്യം അതൊന്നും മനസ്സിൽ ഓർത്താ മതി. ഏത് പ്രശ്നവും വളരെ ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഇതൊരു ജീവിത കളരിയ. ഇതിൽ നമ്മൾ ജയിച്ച പിന്നെ ഒരു ശക്തിക്കും നമ്മളെ ജീവിതത്തിൽ തോൽപ്പിക്കാനാവില്ല. ഇത് ഞാൻ പഠിച്ചത് നമ്മുടെ ഈ അമ്മയിൽ നിന്ന് തന്നെയാ. ഇനി ഒരിക്കലും എന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്. ഉണ്ടായാൽ നിങ്ങൾക്ക് മുന്നേ പോകുന്നത് ഈ അമ്മയായിരിക്കും. അമ്മ മനസ്സ് തകർന്നൊരു മരണം, അങ്ങനെ ഒരു മരണം എന്റെ മക്കള് എനിക്ക് നേടിത്തരുമോ? അമ്മ ഇല്ലല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ട മക്കളെ നിങ്ങൾ ഇവിടം വരെ എത്തിച്ചത് അത് ഇതുപോലെ വീടുമരണത്തിൽ എത്തിക്കാനല്ല, ജീവിക്കാനായിട്ടാണ് വളർത്തിയത്. അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ പെടരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ, മനസ്സ് തകർന്നുള്ള അപേക്ഷ. ഇതെന്റെ മക്കൾ കേൾക്കണം. അമ്മ